നമസ്കാരം, എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കിഴി റിയാക്ഷൻ ആണ്. എന്ത് ചെയ്യും എന്നുള്ളത് ഒരു കൺഫ്യൂഷനിലാണ്. ഒരുപാട് കണ്ടന്റ് ഉണ്ട്. ആണോ? ഒരുപാട് കണ്ടന്റ്. ചെയ്യണം ഒരു കൺഫ്യൂഷൻ വേണ്ട. അല്ല, കിടക്കാച്ച ഒരു സാധനം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. സിനിമയുടെ സിനോപ്സിസ് വന്നിട്ടുണ്ട്. എമ്പുരാൻ മൂവിയുടെ കിഡ്ലനാ, സൂപ്പറാ. നമുക്ക് മറ്റേ കഴിഞ്ഞ പ്രാവശ്യം ഗുഡ് ബാഡ് അഗ്ലിന്റെ നീ ഓസ്ട്രേലിയൻ അല്ലായിരുന്നു സ്റ്റൈല് പിടിച്ചായിരുന്നു. ഓസ്ട്രേലിയൻ സ്ലാങ്ങിൽ ഒരു UK പിടിച്ചു ഒരു മുതല് കൊടുക്കട്ടെ. പിന്നെ അല്ല നോക്കട്ടെ, അല്ലേ UK തന്നെ പിടിക്കണം കേട്ടോ. പിടിക്കുമ്പോ നോക്കട്ടെ. സിനോപ്സിസ് അല്ലല്ലോ, സ്റ്റോറി സ്ക്രിപ്റ്റ് മൊത്തം ഉണ്ട് തോന്നണേ. എടാ ഇത് അതേപോലെ കൺട്രോൾ ചെയ്ത് പോണേ. ഇത് കുറച്ച് പാടാണ് എനിക്ക് തോന്നുന്നു. ഇതെന്തായാലും പൃഥ്വിരാജ് ഇക്കാരം എഴുതി കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ എന്തായാലും ഇതിന്റെ കയ്യിൽ വെക്കൂല. നമുക്ക് സാധാരണ ഇംഗ്ലീഷ് അറിയുള്ളൂ. ഓക്സ്ഫോർഡും നമുക്ക് അറിഞ്ഞു. അല്ല, കഴിഞ്ഞ പ്രാവശ്യത്തെ ഡയലോഗ് തള്ളം കേട്ടപ്പോ ഞാൻ വിചാരിച്ചു ലോകത്തുള്ള ഇംഗ്ലീഷ് ഏതൊക്കെ ശൈലിയിൽ വായിക്കാൻ പറ്റും, ഏതൊക്കെ രാജ്യത്തിൽ ഏതൊക്കെ ശൈലിയിലാണ് വായിക്കുന്നത് അതൊക്കെ അറിയുന്ന ആളാണെന്ന് വിചാരിച്ചു. ചലഞ്ച് ചെയ്യാനായിട്ട് അല്ല, പിന്നെ ഇന്ന് UK ഏതായിരുന്നു ഞാൻ പറഞ്ഞു, ഏതിലായാലും ഇത് ഭയങ്കര റിസ്ക് എന്താണെന്നറിയോ? ഒന്ന്, ഇത് വായിച്ചു തീർക്കാൻ ബുദ്ധിമുട്ടാണ്. അതിന് തന്നെ ഒരു ദിവസം വേണം. ഒരു ദിവസമല്ല, ഇന്നത്തെ ഒരു വീഡിയോ ഫുള്ള് ഇത് വായിക്കും. നാളെ ഇതിന്റെ മലയാളം തർജ്ജിമ നാളെ ചെയ്യാം. ഇത് പിന്നെ ഇത് മനസ്സിലാക്കി എടുക്കുക എന്നുള്ളത് ഒരു ദിവസം വേണം. പിന്നെ ഇത് വിശദീകരിച്ച് പറയാൻ അതിന് മറ്റൊരു ദിവസം വേണം. അങ്ങനെ 3 ദിവസം വേണം. സിനോപ്സിസ് സിനിമ റിലീസ് ആയിക്കോളും. ഇതിനേക്കാളും നല്ല സിനിമ കാണുന്നതാ. ഫുൾ കഥ എഴുതി വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. എന്തായാലും വീഡിയോ ഒന്നും വേണമല്ലോ, നിർബന്ധമാണല്ലോ. അത് വേണം. പെട്ടെന്ന് വേറെ എന്തൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അത് ഇതിന്റെ ഒരു വൈബ് വേറെയാണ്. നിന്റെ ആ ഇംഗ്ലീഷ് വായിക്കുന്ന സ്റ്റൈൽ ഉണ്ടല്ലോ, അത് കേൾക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഫുൾ തെറ്റിച്ചായിരിക്കും വായിക്കട്ടെ, മനഃപൂർവ്വം അല്ല. അത് ഞങ്ങൾക്ക് അറിയാം, നീ ആ ഒരു സ്റ്റൈല് പിടിക്കാൻ വേണ്ടിട്ട് മനഃപൂർവ്വം തെറ്റിക്കുന്നത്. അപ്പൊ മുട്ടുമ്പോ പറക്കണം. അല്ല, അങ്ങനെയല്ല, മുട്ടുമ്പോ അത് പൃഥ്വിരാജിനോട് മുട്ടണം ഇംഗ്ലീഷിന്റെ കാര്യത്തിൽ. അല്ല, പിന്നെ നമുക്ക് ഒത്ത എതിരാളിയാണ് വേണ്ടത്. അല്ല, പിന്നെ അല്ലാണ്ട് ഈ എന്താ എന്നോട് നീ മത്സരിച്ചിട്ട് വല്ല കാര്യം ഒരു കാര്യം. അതാണ് മാത്രല്ല, കേരളത്തില് ഇംഗ്ലീഷ് ഇത്രയും സെറ്റപ്പ് ആയിട്ട് അത് നമ്മൾ പറഞ്ഞു പോയി. ഒന്ന് പൃഥ്വിരാജ്, ഒന്ന് ഞാനുമാണ്. അതാണ് ഇതിനകത്ത് അത്. അപ്പൊ ഇവര് തമ്മിലാണ് ശരിക്കും കോമ്പറ്റീഷൻ വരേണ്ടത്. നമ്മൾ സൈഡിൽ മാറി, നമ്മൾ ഇതിലില്ല എന്നാന്ന് പറഞ്ഞില്ലേ, നമ്മൾ ഇതിലില്ല, അവരായി അവരുടെ പാടായി. ഓക്കെ, തുടങ്ങി. എന്തായാലും ഫുള്ള് കഥ അതിലുണ്ടെങ്കിലും ഒന്നും മനസ്സിലാകാൻ പോകുന്നില്ല. അതുകൊണ്ട് ധൈര്യമായിട്ട് ഈ വീഡിയോ കാണാം, സ്പോയിലർ ഉണ്ടാവില്ല. 5 years after the revelation of the Qureshi Abraham Nexus, the land in particular and the world in general is caught in yet another epoch-defining socio-political storm. Storm ഒക്കെ ഉണ്ട്. അർത്ഥം ഖുറേഷി അബ്രഹാം നെക്സസ് ആണിത്. പിന്നെ എവിടെ ലാൻഡ് വാങ്ങിയിട്ടുണ്ട്. ഓക്കെ, വേൾഡിൽ എവിടെ ഒരു ലാൻഡ് വാങ്ങിയിട്ടുണ്ട്. ജനറലും അതില് ജനറലിനെ പിടിച്ചിട്ടാണ് അത് വാങ്ങിയതെന്ന്. റഷ്യയിലാണോ സംശയമുണ്ട്. സംഭവം രാഷ്ട്രീയം സബ്ജക്റ്റ് ഒന്നും ചിന്തിക്കണ്ട, രാഷ്ട്രീയമല്ല. പിന്നെ നെക്സസ് പരിപാടിയൊക്കെ ഉള്ളത് കൊണ്ട് ചെറുതായിട്ടൊരു വേറെ എന്തൊക്കെ പരിപാടി ഉണ്ട് കൊണ്ട്. പിന്നെ ഈ അധോലോക പരിപാടിയും പിടിക്കണ്ട, ചിന്തിക്കണ്ട. ശരിക്കും പറഞ്ഞാൽ അതായത് ഇന്ത്യൻ റുപ്പി പോലെ ഒരു സ്ഥലക്കച്ചവടമായിരിക്കും. അതായത് ഖുറേഷി അബ്രഹാമിന്റെ ബിനാമി ആയിരിക്കും പൃഥ്വിരാജ്. അതെ, ആളെ പിടിച്ചിട്ടാണ് പരിപാടി മൊത്തം. എന്റെ പൊന്നടാ, നിന്നെയൊക്കെ ഒരു സിനോപ്സ് ഏൽപ്പിച്ചാണല്ലോ, സിനിമ നീ വേറെ ഉണ്ടാക്കും. അതുകൊണ്ട് തെറ്റെന്ന് നീ അല്ല, കറക്റ്റ് ആണ്. പിന്നെന്താ, എനിക്കറിയില്ലല്ലോ, വേറെ ഏതോ കഥ പറഞ്ഞ പോലെ ഉണ്ടല്ലോ. അല്ല, ഇത് കറക്റ്റ് ആണ്, സിനിമ കറക്റ്റ് ആണ്, അർത്ഥം കറക്റ്റ് അല്ലേ? ആണ്. അത് എനിക്ക് അറിയാത്തോണ്ട് നീ പറയുന്നതാണല്ലോ ശരി. അങ്ങനെ ഞാനത് വിശ്വസിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഞാൻ ആദ്യത്തെ ആ ഒരു അത് തീർത്തിട്ടുണ്ട്. ഇനി അടുത്തതിലേക്ക് കിടക്കട്ടെ. അടുത്തത് പിന്നെ ചെറുതാണ്. ഗോഡ്സ് ഓൺ കൺട്രി. എളുപ്പമുണ്ട്. ഗോഡ്സ് ഓൺ കൺട്രി ഈസ് നൗ എ ലാൻഡ് ഓഫ് ഡേഞ്ചറസ് unpredictabilities with multiple forces trying to impact upon and dictate its political plate tectonics. അങ്ങനെ ഇപ്പം മനസ്സിലായി. അതായത് ഈ പൊളിറ്റിക്കലായിട്ടുള്ള എന്തോ ഒരു അൺപ്രഡിക്റ്റബിലിറ്റീസ് സംഭവിക്കുന്നുണ്ട് കേരളത്തിൽ.
ഓക്കെ. അപ്പൊ പ്ലേറ്റ് എന്തോ പുതിയതായിട്ട് വാങ്ങിയിട്ടുണ്ട്. ചോറുണ്ടായിരിക്കും. അതെ 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 അതെ. അതായത് ഖുറൈശി അബ്രഹാം നാട്ടിൽ വരുമ്പോ ചോറിനുണ്ടായിരുന്ന പ്ലേറ്റ് ഈ പ്രശ്നത്തിൽ പോയി. ആ പ്ലേറ്റിന് ഒരു പേരുണ്ട്, പൊളിറ്റിക്കൽ പ്ലേറ്റ് എന്നാണ് പറയുന്നത്. അത് പുതിയ പ്ലേറ്റ് മേടിക്കും. അതും ടെക്നിക്കലി എന്തൊക്കെയോ പരിപാടിയൊക്കെ ഉള്ള ഒരു പ്ലേറ്റ് ആണ്. കേട്ടില്ലേ, ടെക്നോണിക്സ്. അതാണ്, മനസ്സിലായി. അടുത്ത പാരഗ്രാഫ് മേടിച്ചു. ഇറ്റ് ഹാസ് നൗ ബിക്കം ഇൻഫെസ്റ്റഡ് വിത്ത് പവർ ബ്രോക്കേഴ്സ്. നമ്മൾ പറഞ്ഞില്ലേ, ബ്രോക്കർമാർ, അതായത് സ്ഥലക്കച്ചവടത്തിലുള്ള ബ്രോക്കർമാർ. ബ്യൂറോക്രാറ്റിക്, ഓക്കെ, അത് കുഴപ്പമില്ല, ബാക്കിയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. മെഡിലേഴ്സ് ആൻഡ് ഡീപ്ലി എംബെഡഡ് സ്പൈസ് ഇൻ ആൾ സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഇതാ സ്പൈസി അല്ല, ഇതല്ല, ഇത് മറ്റേ സ്പൈസ്. സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആസ് ദി ഇവന്റ്സ് ടേൺ ഫ്രം ബാഡ് ടു വോഴ്സ്. ഒരൊറ്റ വാക്ക് പോരായിരുന്നു. ഓക്കെ. ഇറ്റ് ഈസ് ടൈം ടു റീകൈൻഡിൽ മെമ്മറീസ്, റീവിസിറ്റ് ദി പാസ്റ്റ് ആൻഡ് അല്ലല്ലല്ല അങ്ങനെ. ഇത് പാസ്റ്റ് ആണ്, ഇത് ഫാസ്റ്റ് അല്ല. പാസ്റ്റ് ആൻഡ് റിഗ്നൈറ്റോ ഓൾഡ് ഫയർസ്. പണ്ടെപ്പോഴോ തീയൊക്കെ ഇട്ടിട്ടേ ഒരു കത്തിപ്പോയ സ്ഥലമാണ് ഇവർ വാങ്ങാൻ പോകുന്നത്. അടുക്കളക്ക് തീ പിടിച്ചിട്ടാണോ പാത്രമൊക്കെ പോയത്? അതാണ് പൊളിറ്റിക്കൽ പ്ലേറ്റ് ഒക്കെ വാങ്ങിയത് അല്ലേ? മിക്കവാറും സ്ഥലക്കച്ചവടവും വീട് കത്തിപ്പോയതും പ്ലേറ്റ് വാങ്ങലും ഇതൊക്കെയാണ് സിനിമ. അതാണ് സിനിമ. ആൻഡ് ഫ്രം ദി എംബേഴ്സ് ഓഫ് എ ബേൺഡ് ഡൗൺ ഹെവൻ. സ്വർഗം പോലെ ഇരുന്ന ആ ഒരു സ്ഥലേ നശിച്ചു. അതെ, ഐമാക്സിന്റെ പോസ്റ്റർ ഒക്കെ ഉണ്ടല്ലേ, അതൊക്കെ കത്തി ചാമ്പലായതാണ്. ആ സ്ഥലമാണ് വാങ്ങുന്നവര്. ആ സ്ഥലം വാങ്ങിയിട്ട് അവര് കഴിഞ്ഞില്ല. ഞാൻ വേറെ കാര്യം നോക്കാൻ വേണ്ടിട്ട് വേറെ ഒന്നും നോക്കണ്ട, ഡെവിൾ വരാനുണ്ട്. ദ ഡെവിൾ വിൽ റൈസ് അഗൈൻ ടു ഡിഫെൻഡ് ആൻഡ് പ്രൊട്ടക്ട്. ഡെവിൾ വരുന്നു, പ്രൊട്ടക്ട് ചെയ്യുന്നു. ഡെവിൾ വന്നിട്ട് വേണം ശരിക്കും. നീ ഒരു കാര്യം ചെയ്യും, മറ്റേ ഗൂഗിൾ ട്രാൻസ്ലേറ്റർ അതിടാൻ വേണ്ടി തന്നെ ഞാൻ ഫോൺ മേടിച്ചത്. ഇത് കേട്ടോണ്ടിരുന്നിട്ടേ നാട്ടുകാര് ഈ നാരികളെ കൊണ്ട് വല്ലാത്ത കഷ്ടമാണല്ലോ എന്ന് വിചാരിച്ചോണ്ട്. ഒരിക്കലും അങ്ങനെ വിചാരിക്കണ്ട, ഇപ്പൊ തരാട്ടോ. ഒരിക്കലും അങ്ങനെ വിചാരിക്കണ്ട, അങ്ങനെ തന്നെയാണ്. നാരികൾ തന്നെയാണ് സംഭവം. ഇവിടെ ഒരു ശല്യം. അയ്യോ, ഇവിടെ സ്ഥല കച്ചവടം തന്നെയാണ് പ്രശ്നം. മുന്നിൽ തന്നെ സ്ഥലം വിറ്റിട്ട് സ്വർഗം പോലെ ഇരുന്ന സ്ഥലം. എന്തൊരു സുന്ദരമായതെന്ന് അറിയോ? മലയാളം വായിച്ചു തരാട്ടോ. ഓക്കെ. ഖുറൈശി അബ്രഹാം കൂട്ടുകെട്ട്. ഓക്കെ, 5 വർഷത്തിന് ശേഷം. ഇത് ഞാൻ മലയാളം വായിക്കുന്നത്, ഇത് ഇംഗ്ലീഷിനെക്കാളും ബുദ്ധിമുട്ടാ. ഇത് പെരുഞ്ഞ കോമഡി ആയിരിക്കും. അതായത് നീ ആലോചിച്ചില്ലല്ലേ, എനിക്ക് പണി തരുമ്പോ മലയാളത്തിലേക്ക് മാത്രം. പക്ഷേ മലയാളത്തിലേക്ക് മാറ്റുമ്പോ ഇത്ര ഈസി ആയിരിക്കും ഞാൻ വിചാരിച്ചില്ല. ഈസി ആയിരിക്കുന്നില്ലേ? ഓക്കെ. ആദ്യത്തെ പാരഗ്രാഫ് വായിക്കാം. ഖുറൈശി അബ്രഹാം കൂട്ടുകെട്ട് വെളിപ്പെട്ട 5 വർഷത്തിന് ശേഷം ഭൂമി, പ്രത്യേകിച്ചും പൊതുലോകം മറ്റൊരു യുഗത്തെ നിർവചിക്കുന്നു. എന്തെന്നാണ്? സാമൂഹിക രാഷ്ട്രീയ കൊടുങ്കാറ്റിൽ അകപ്പെട്ടിരിക്കുന്നു. അതായത് നമ്മുടെ എബ്രഹാം ഖുറൈശി ഗ്യാങ്ങില്ലേ, അവര് പ്രത്യക്ഷപ്പെട്ട 5 വർഷം കഴിഞ്ഞതിന് ശേഷം പിന്നെ വീണ്ടും, അതായത് രാഷ്ട്രീയത്തിലായാലും പിന്നെ സാമൂഹിക കാര്യങ്ങളിൽ എല്ലാത്തിലും ശരിക്കും ഭയങ്കര ടോക്സിക്കായി മാറിയിട്ടുണ്ട്. വീണ്ടും അതെ, വീണ്ടും അവര് എന്ത് ചെയ്യുന്നു, ഇടപെടേണ്ട സാഹചര്യം വരുന്നു. അടുത്തത്, ദൈവത്തിന്റെ സ്വന്തം നാട് ഇപ്പോൾ അപകടകരമായ പ്രവചനാതീതങ്ങളുടെ നാടാണ്. ഒന്നിലധികം ശക്തികൾ അതിന്റെ രാഷ്ട്രീയ ഫലഘടനയെ സ്വാധീനിക്കാനും നിർദ്ദേശിക്കാനും ശ്രമിക്കുന്നു. അതായത് നമ്മുടെ ടൊവിനോ ചെയ്യുന്ന കഥാപാത്രത്തിനെതിരെ കുറച്ച് ശക്തികൾ വരും. അപ്പൊ കേരളത്തിലുള്ള രാഷ്ട്രീയ സിറ്റുവേഷൻസ് അൺപ്രഡിക്റ്റബിൾ ആണ് ഇപ്പോൾ അല്ലേ? അൺപ്രഡിക്റ്റബിലിറ്റീസ് അടുത്തത്, എല്ലാ സർക്കാർ സ്ഥാപനങ്ങളിലും അധികാര ദല്ലാളന്മാരും ലഞ്ചം ബ്യൂറോക്രാറ്റിക് ഇടപെടൽ നടത്തുന്നവരും ആഴത്തിൽ ഉൾച്ചേർത്ത ചാരന്മാരും ഇപ്പോൾ അത് നിറഞ്ഞിരിക്കുന്നു. ചാരന്മാരില്ലാത്തൊരു ടീമേ. അപ്പുറത്തൊരാളുണ്ടാവുമ്പോ ഇപ്പുറത്തൊരാളുണ്ടാവുന്ന നീ കരുതണ്ടടാന്ന് വെച്ചാൽ ചാരന്മാർ അവിടെ ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ. സംഭവങ്ങൾ മോശമായതിൽ നിന്ന് കൂടുതൽ വഷളാകുമ്പോൾ ഓർമ്മകൾ പുനർജീവിപ്പിക്കാനും ഭൂതകാലത്തെ വീണ്ടും കാണാനും പഴയ തീകൾ വീണ്ടും ജ്വലിപ്പിക്കാനുമുള്ള സമയമാണിത്. കത്തിക്കരിഞ്ഞ ആകാശത്തിന്റെ തീക്കനലിൽ നിന്ന് പ്രതിരോധിക്കാനും
സംരക്ഷിക്കാനും പിശാച് വീണ്ടും എഴുന്നേൽക്കും. അത് അടിപൊളിയായിരുന്നു കേട്ടോ. ഒന്നുകൂടി വായിക്കട്ടെ. കത്തിക്കരിഞ്ഞ ആകാശത്തിന്റെ, ശരിക്കും വായിക്കാൻ അതാണ് ഞാൻ പെട്ടെന്ന് പോയതുകൊണ്ട് ഒന്നുകൂടി. കത്തിക്കരിഞ്ഞ ആകാശത്തിന്റെ തീക്കനലിൽ നിന്ന് പ്രതിരോധിക്കാനും സംരക്ഷിക്കാനും പിശാച് വീണ്ടും എഴുന്നേൽക്കും. അതിലൊരു മാസം അതൊരു ഗംഭീര സാധനമായിട്ടില്ല. എന്തായാലും ഇത്രയും നേരം നിങ്ങൾക്ക് ഈ വീഡിയോ കാണുന്നത് വേസ്റ്റ് ആണെങ്കിലും ഈ ഒരു സാധനം ഈ ലാസ്റ്റത്തെ ഈ ഒരു ക്യാപ്ഷന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് കാണാം. നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് അത് എന്തായാലും ഒരു ഗൂസ് ബംപ് ഫീൽ കിട്ടും. ഏറ്റവും ലാസ്റ്റാണല്ലോ ഇത് പറഞ്ഞു കൊടുക്കുന്നത്. അല്ലെ വേറെ കാര്യമുണ്ടേ സംഭവം. അപ്പോ സ്ഥലക്കച്ചവടം എവിടെ പോയി? മലയാളത്തിൽ വന്നപ്പോ സ്ഥലക്കച്ചവടം പ്ലേറ്റ് ഒക്കെ എവിടെ പോയി? പ്ലേറ്റ് പുതിയ പ്ലേറ്റ് മേടിച്ചു എന്നൊക്കെ പറഞ്ഞാൽ എവിടെ പോയി? ഓ ഇപ്പൊ മനസ്സിലായി. ഇംഗ്ലീഷ് പറയുമ്പോ മറ്റൊരു കഥയും മലയാളത്തിൽ വരുമ്പോ മറ്റൊരു കഥയും. അല്ല നീയാണ് പൃഥ്വിരാജുമായിട്ട് ഒപ്പത്തിനൊപ്പം സംസാരിക്കുന്നത്. പൃഥ്വിരാജ് താഴെ പോയില്ലേ? സത്യമായിട്ട് താഴെ പോയിണ്ടോ? കാരണം പൃഥ്വിരാജ് പോലും ഒരു ഒറ്റ അർത്ഥത്തിലായിരിക്കും ഇത് കൊടുത്തിട്ടുണ്ടാവുക. ഇതിന് രണ്ടർത്ഥം മൂപ്പരനെ എഴുതിണ്ടാവില്ല. വെറുതെ അല്ലട്ടോ ഡോൺലി ഇല്ലാണ്ടായത്. ഡോൺലി സിനിമയൊന്നും ഇല്ലാന്നൊക്കെ പറയുന്നത് അതുകൊണ്ടാണ്. ഇങ്ങനെ രണ്ട് കഥയൊക്കെ കൊടുത്ത എങ്ങനെയാ അഭിനയിക്കുക? ഏതിൽ പോയി അഭിനയിക്കുക? സ്ഥലക്കച്ചവടം പരിപാടിക്കൊന്നും ഞാനില്ലാതെ സംഭവം ഡോൺലിനൊക്കെ വിളിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നതാണ്. ഡോൺലി അഭിനയിക്കാനും ഓക്കെ, പക്ഷെ സ്ക്രിപ്റ്റ് കൊടുത്ത എങ്ങനെ കൊടുക്കും? സ്ഥലക്കച്ചവട പരിപാടിക്ക് ഞാനില്ല, ഞാൻ അങ്ങനത്തെ പരിപാടി എടുക്കാറില്ല എന്നൊക്കെ. ജെറോമ് പിന്നെ ഓക്കെ എനിക്ക് ഏതും ഇന്റർവ്യൂ കാണിച്ചു കൊടുത്തിട്ടേ ചെറുതായിട്ടൊന്ന് ആന്റണി പെരുമാറിനെ ചാക്കിലാക്കിയില്ലേ മറ്റേ ബ്രോഡാഡിയില്, അതുപോലെ ജെറോമിനെ. ഇനി ഞങ്ങൾ ഇവിടെ നിന്നാല് വേറെ എന്തെങ്കിലും ഒക്കെ ആയിപ്പോ. അപ്പൊ ഞങ്ങൾ പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് വരാം. ബൈ.